അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ സർഫസ് കെമിസ്ട്രി എന്ന ടോപ്പിക്കിനെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ സർഫസിൽ നടക്കുന്ന ചില ഫിനോമിനകൾ, അത് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അതിൽ സർഫസിൽ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആദ്യത്തെ ഒരു പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുക, എന്തെങ്കിലും സോളിഡോ ലിക്വിഡോ എന്തെങ്കിലും ആവട്ടെ, ഒരു സബ്സ്റ്റൻസ് എടുത്താൽ അതിന്റെ സർഫസിന്റെ മുകളിൽ വേറൊരു സബ്സ്റ്റൻസ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് അഡ്സോർപ്ഷൻ എന്ന് പറയുക. ദ അറ്റാക്കിംഗ് ഓഫ് മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ദ സർഫസ് ഓഫ് സോളിഡ്. ഞാൻ ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഈ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കിൽ മൊത്തം സോളിഡിന്റെ മുകളിൽ ഗ്യാസ് മോളിക്യൂൾ വന്ന് അഡ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സമയത്ത് എന്തൊക്കെയാണോ നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോളിഡിന്റെ മുകളിൽ ഗ്യാസ് മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ വേറൊരു സബ്സ്റ്റൻസ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡ്സോർപ്ഷൻ എന്താ പറയുന്നത്, ഒരു സർഫസ് ഫിനോമിനാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു സർഫസ് എടുത്താൽ അതിന്റെ ബൾക്കിലേക്ക് മറ്റേ സബ്സ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസ് എൻറ്റർ ചെയ്യുന്നില്ല, അത് സർഫസിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പൊ അതൊരു സർഫസ് ഫിനോമിനാണ്. ദെൻ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തേക്കേണ്ടത്, ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഡെൽറ്റ എച്ച്, ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ്സിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഒരു അഡ്സോർപ്ഷന്റെ പ്രോസസ്സിൽ എങ്ങനെയാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയി കിട്ടുന്നത്? നമുക്കറിയാം, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നമുക്കൊക്കെ അറിയുന്ന ഇക്വേഷൻ ആണല്ലേ. ഒരു റിയാക്ഷന്റെ ചേഞ്ച് ഇൻ ഫ്രീ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എന്താവും, നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് മോളിക്യൂളൊക്കെ വന്ന് സർഫസിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യാണ്. ആ സമയത്ത് ഗ്യാസ് മോളിക്യൂളിന്റെ എൻട്രോപ്പി എന്താണ്, കുറയാണോ കൂടാണോ ചെയ്യുക? കാരണം അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് മോളിക്യൂൾ ഫ്രീലി മൂവ്മെന്റ് നടക്കും. അത് വന്നിട്ട് ഒരു സർഫസിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യാണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റാൻഡംനെസ് എന്തായിരിക്കും, കുറയും. അപ്പം ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ, സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജിന്റെ വാല്യൂ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എസ് ഓൾറെഡി നെഗറ്റീവ് ആണ്. പിന്നെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഫീസിബിൾ റിയാക്ഷൻ ആണ്. അത് നമ്മൾ എക്സ്റ്റേണലി വേറെ പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് അതൊരു ഫീസിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ ഡെൽറ്റ ജി ന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവും, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം തെർമോഡൈനാമിക്കലി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആയത്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കിട്ടണമെങ്കിൽ എന്തായാലും ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട രണ്ട് ടേം ആണ് അഡ്സോർബന്റും അഡ്സോർബേറ്റും. അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ ഓൺ ഹൂസ് സർഫസ് ദ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. ഞാൻ പറഞ്ഞു ഇവിടെ സോളിഡിന്റെ മുകളിൽ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഏത് സബ്സ്റ്റൻസിന്റെ മുകളിലാണോ അഡ്സോർബ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിന്റെ പേരാണ് അഡ്സോർബന്റ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും, സോളിഡ് ആയിരിക്കും അഡ്സോർബന്റ്. അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾ വിച്ച് അക്യുമുലേറ്റ് അറ്റ് ദ സർഫസ് ഓഫ് അഡ്സോർബന്റ്. ഇവിടെ സോളിഡ് സർഫസിൽ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യുമ്പോൾ ഗ്യാസ് അഡ്സോർബേറ്റ്, സോളിഡ് അഡ്സോർബന്റ്. ഓക്കെ, ഈ ഫിഗറിൽ തന്നെ മനസ്സിലാവും ഉണ്ടല്ലേ. ഇവിടെ ഒരു സർഫസിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുന്നത് ഏതാണോ അത് അഡ്സോർബേറ്റും, ഏതിന്റെ മുകളിലാണോ അഡ്സോർബ് ചെയ്യുന്നത് അത് അഡ്സോർബന്റും ആണ്. ആ പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. പിന്നെ നമ്മൾ അറിയേണ്ടത് അബ്സോർപ്ഷൻ എന്താണ്. അബ്സോർപ്ഷൻ നമ്മൾ കേട്ടിട്ടില്ലേ. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്, ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ
അതിന്റെ ബൾക്ക് ഫേസിലേക്കും വേറൊരു മോളിക്യൂള് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് അറിയുന്നത്. അപ്പൊ ഇതെന്താ, കോൺസെൻട്രേഷൻ ഓഫ് മെറ്റീരിയൽ റിറ്റെയിൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ അബ്സോർബന്റ്. അബ്സോർബന്റിന്റെ എല്ലാ പോർഷൻസിലും ലൈക്ക് ബൾക്കിലേക്കൊക്കെ മോളിക്യൂൾ എൻ്റർ ചെയ്യും. അപ്പൊ ഇതെന്തായാലും ഒരു ബൾക്ക് പ്രോസസ് ആണ്. അപ്പൊ അഡ്സോർബന്റ് എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനാണ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ബൾക്ക് ഫിനോമിനാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നത് ഇപ്പൊ നമ്മൾ അമോണിയ എന്താണ്, ഒരു ചാർക്കോൾ ഉള്ള ഒരു ചാമ്പറിൽ ഞാൻ ചാർക്കോൾ എടുത്തു, വേറൊന്നിൽ വാട്ടറും എടുത്തു. ഈ വാട്ടർ എന്താക്കും, അമോണിയനെ അഡ്സോർബ് ചെയ്യും. ചാർക്കോൾ ആണെങ്കിൽ അമോണിയനെ അബ്സോർബ് ചെയ്യും. ദ ആക്ടിവേറ്റഡ് ചാർക്കോൾ അഡ്സോർബ് അമോണിയ വേറസ് വാട്ടർ അബ്സോർബ് അമോണിയ. ഇപ്പൊ നമ്മളൊരു റൂമിൽ വാട്ടറും അമോണിയം വെച്ചാൽ വാട്ടറിന്റെ ഉള്ളിലേക്കൊക്കെ അമോണിയ എൻ്റർ ചെയ്യും. പക്ഷെ ചാർക്കോളിൽ എന്താണ്, സർഫസിൽ മാത്രമേ അമോണിയ എൻ്റർ ചെയ്യുള്ളൂ. ഇനി അറിയേണ്ടത് ഡീസോപ്ഷനും സോപ്ഷനും. ഡീസോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അഡ്സോപ്ഷൻ നടന്നതിന് ശേഷം ഈ അഡ്സോർബന്റ് മോളിക്യൂളിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീസോപ്ഷൻ എന്ന് അറിയുന്നത്. ദ റിമൂവിങ് ദ അഡ്സോർബ്ഡ് മോളിക്യൂൾ ഫ്രം ദ അഡ്സോർബന്റ്. ഇനി അഡ്സോപ്ഷനും അബ്സോർപ്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ആ പ്രോസസ്സ് സോപ്ഷൻ ആയിരിക്കും. ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സർഫസിലും മോളിക്യൂൾ എൻ്റർ ചെയ്യുന്നുണ്ട്, ബൾക്കിലും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ സോപ്ഷൻ എന്ന് പറയും. അഡ്സോപ്ഷനും അബ്സോർപ്ഷനും സൈമൾട്ടേനിയസ്ലി ടേക്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സാണ് സോപ്ഷൻ. ഇതൊക്കെ നമ്മൾ അഡ്സോപ്ഷനിലേക്ക് പറയുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ്. എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് അഡ്സോർപ്ഷൻ, അബ്സോർബന്റ് എന്താണ്, അഡ്സോർബേറ്റ് എന്താണ്, പിന്നെ ഡീസോപ്ഷനും സോപ്ഷനും. ഇനി ഇത് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്. ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ. 2 ടൈപ്പാണ് ഉള്ളത്, ഫിസിസോപ്ഷനും കെമിസോപ്ഷനും. ഫിസിസോപ്ഷൻ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. കെമിസോപ്ഷൻ ആണെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാല്, ഫിസിസോപ്ഷനിൽ എന്താ നടക്കുന്നത് വെച്ചാല്, ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കേസ് തന്നെ എടുക്കാണ്, സോളിഡും ഗ്യാസും. ഇവിടെ സോളിഡും ഗ്യാസും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വാൻഡർവാൾ ഇന്ററാക്ഷൻ മാത്രമാണ്. ഇത് ഫിസിസോപ്ഷനിൽ വാൻഡർവാൾ ഇന്ററാക്ഷൻ. എന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ മോണോലെയർ മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഫിസിസോപ്ഷനിൽ മൾട്ടി ലെയർ ഫോർമേഷൻ നടക്കും. ഒന്നുകൂടി പറയാം, ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോർബന്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ അറിയുന്നത് വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആണ്. അവിടെ ലോ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ആയിരിക്കും. ഇത് ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമുക്ക് അതിനെ അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാനും പറ്റും. ഇത് നോൺ സ്പെസിഫിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ സോളിഡിന്റെയും ഗ്യാസും തമ്മിൽ വേറെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കാത്തതും കൊണ്ട് ഏതൊരു സോളിഡിന്റെ മുകളിൽ നമുക്ക് ഏത് വേണമെങ്കിലും അഡ്സോർബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞു ചാർക്കോള് അഡ്സോർബ് ചെയ്യും അമോണിയനാണ്. അതുപോലെ നമുക്ക് സ്പെസിഫൈ ചെയ്യാണ്ട് പറയാൻ പറ്റും, കാരണം അവിടെ വാൻഡർവാൾ ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്, വേറെ കെമിക്കൽ പ്രോസസ് ഒന്നും നടക്കുന്നില്ല. പിന്നെന്താണ്, ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ മൾട്ടി ലെയർ ഫോർമേഷൻ ആണ്. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷൻ എടുക്കുകയാണെങ്കിലോ ഈ സോളിഡും ഗ്യാസും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും, എന്തെങ്കിലും കെമിക്കൽ ബോണ്ട് ഫോർമേഷനോ അല്ലെങ്കിൽ കെമിക്കൽ ഇന്ററാക്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ഹൈ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ആയിരിക്കും. അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഇറിവേഴ്സിബിൾ നേച്ചറിനെ, എന്താ വെച്ചാൽ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റൂല. ദെൻ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. എന്താണ്, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് എല്ലാ റിയാക്ഷൻസും നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചില മോളിക്യൂൾ മാത്രമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് ഹൈലി സ്പെസിഫിക് ആണ്. പിന്നെന്താണ്, മോണോലെയർ ഫോർമേഷൻ ആണ്. ഇവിടെ ഓൺലി മോണോലെയർ മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഇപ്പം ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷൻ നമ്മൾ പല ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് ആയി ഓർത്തേക്കേണ്ടത് ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ വാൻഡർവാൾ ഫോഴ്സ് ആണ് ഇന്ററാക്ഷൻ അഡ്സോർബന്റും അഡ്സോർബേറ്റും തമ്മിൽ. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷനിലാണെങ്കിൽ അത് ഒരു സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ആയിരിക്കും. പിന്നെ ഫിസിസോപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി ലെയർ ഫോം ചെയ്യും. കെമിസോപ്ഷൻ ആണെങ്കിൽ മോണോ ലെയർ മാത്രമേ ഫോം ചെയ്യുള്ളൂ.
ആൻഡ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ നോൺ സ്പെസിഫിക് ഇൻ നേച്ചർ ആൻഡ് റിവേഴ്സിബിൾ ആണ്. കെമിക്കൽ അഡ്സോർപ്ഷൻ ഹൈലി സ്പെസിഫിക്കും ആണ്, ഇറിവേഴ്സിബിൾ ആണ്. ഇനി ഇതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് കാണുന്നുണ്ടല്ലേ, ഈ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ x/m എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം അഡ്സോർപ്ഷൻ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മോളിക്യൂൾ അഡ്സോർബ് ചെയ്തിരിക്കുന്നു. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് നടക്കുന്നത്, ഇവിടെ അഡ്സോർപ്ഷൻ കുറഞ്ഞു വരാണ്. എന്നിട്ട് ഹൈ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഇറ്റ്സ് വെരി ലോ ആണ്. അപ്പം ഇത് നടക്കുന്നത് ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണല്ലേ. ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് അഡ്സോർപ്ഷന്റെ എക്സ്റ്റെന്റ് കൂടുതലുള്ളത്. പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വന്ന് പിന്നെ ഒരു കോൺസ്റ്റന്റ് പോലെ ആവണം. അപ്പൊ അത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ആദ്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കൂടിക്കൂടി വന്നു, എന്നിട്ട് ഒരു ഹൈ ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഇത് കുറയും. കാരണം എന്താ, ഇത് ഒരു ഞാൻ പറഞ്ഞു ഇവിടെ കെമിക്കൽ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതൊരു കെമിക്കൽ ഇന്ററാക്ഷനും നടക്കുകയാണെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മോളിക്യൂളിന്റെ ഡിസോസിയേഷൻ ഒക്കെ നടന്നിട്ട് എന്താവും, അവിടെ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എന്താവും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇങ്ങനെ അഡ്സോർപ്ഷൻ കൂടും. അതിനാവശ്യമുള്ള ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അഡ്സോർപ്ഷൻ നടക്കൂല, അല്ലെങ്കിൽ ആ റിയാക്ഷൻ ഈ ഇവിടുത്തെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കാണ്ട് പിന്നെ അഡ്സോർപ്ഷൻ കുറയും. അപ്പൊ ഇത് ഫേവറേറ്റ് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ഇറ്റ്സ് സം ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ ഇത് നടക്കുള്ളൂ. അപ്പം ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി എങ്ങനെയാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സിന് പ്രഷർ എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ അഡ്സോർപ്ഷൻ ഐസോതേമുകൾ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് ഐസോതേം എന്ന് പറയാ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ പ്ലോട്ട് വഴി കാണിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോതേം അല്ലെ. അപ്പം ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേം. അപ്പം എങ്ങനെയാണ് അഡ്സോർപ്ഷനെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേം എന്താണ് പറയുന്നത്, x/m ഈക്വൽ ടു Kp⁻1/n എന്ന് വെച്ചാൽ x/m എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ റേസ് ടു 1/n. 1/n എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. അതിന്റെ വാല്യൂ 0 to 1 ആയിരിക്കും. അത് ഏതൊക്കെ കണ്ടീഷനിലാണ് 0 വരാ, ഏത് കണ്ടീഷനിലാണ് 1 വരാ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഉള്ള വാല്യൂ എപ്പോഴാണ് വരാന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ ഇതിന്റെ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x/m ഈക്വൽ ടു അല്ലെങ്കിൽ x/m പ്രൊപ്പോർഷണൽ ടു P⁻1/n അല്ലെങ്കിൽ x/m ഈക്വൽ ടു Kp⁻1/n. K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. x is the amount of adsorbent and m is the amount of അല്ലെങ്കിൽ മാസ് ഓഫ് ദ അഡ്സോർബന്റ്. x/m എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആകുമ്പോൾ x എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് അഡ്സോർബേറ്റ്, അഡ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട്, m എന്ന് പറയുന്ന മാസ് ഓഫ് ദ അഡ്സോർബന്റ്, x/m is the amount of gas adsorbed. ഇനി ഇതിന്റെ പ്ലോട്ട് ശ്രദ്ധിച്ചേ, ഇതിന്റെ പ്ലോട്ട് എങ്ങനെയാണ്, 1 second. ഓക്കെ, ഇതിന്റെ പ്ലോട്ട് നോക്കിയേ, x/m വേഴ്സസ് പി ഗ്രാഫ് ആണല്ലേ. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എന്താവും, പ്രഷർ കൂടുന്നതിനനുസരിച്ച് x/m കൂടും, എന്ന് വെച്ചാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നു. പക്ഷെ ഒരു സാച്ചുറേഷൻ പ്രഷർ കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ പ്രഷർ കഴിഞ്ഞാൽ അത് പിന്നെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നില്ലേ. ആദ്യം കൂടി വന്നു, ഒരു പെർട്ടിക്കുലർ പ്രഷർ കഴിഞ്ഞതിന് ശേഷം ഈ അഡ്സോർപ്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഇതാണ് ഗ്രാഫ്, x/m വേഴ്സസ് പി, ഇങ്ങനെ ഒരു അല്ലേ. ഇപ്പോ അറ്റ് ലോ പ്രഷർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടം വരെ എടുക്കാം, ഈ പോയിന്റ് വരെ. അപ്പൊ ലോ പ്രഷർ കണ്ടീഷനിൽ ഇവിടെ എന്താ നടക്കുന്നത്,
പി കൂടുന്നതിനനുസരിച്ച് എക്സ് ബൈ എം കൂടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ലേ. എന്ന് വെച്ചാൽ എക്സ് ബൈ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. പി കൂടുമ്പോൾ എക്സ് ബൈ എം കൂടും. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ്? 1 എന്നിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. കെ പി റേസ് ടു 1/n. അപ്പോൾ 1/nന്റെ വാല്യൂ 1. ഇനി ഹൈ പ്രഷർ എടുത്താണെങ്കിലോ, ഹൈ പ്രഷർ എത്തുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ. എന്ന് വെച്ചാൽ പ്രഷർ കൂടിയാലും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഒരു മാറ്റവും ഇല്ല. അപ്പൊ എക്സ് ബൈ എം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നതിൽ പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു 0. അപ്പൊ ഇവിടെ 1/nന്റെ വാല്യൂ 0. പക്ഷെ ഈ ഇന്റർമീഡിയറ്റ് പ്രഷർ ഇവിടെ ലോ പ്രഷറിന്റെ ഹൈ പ്രഷറിന്റെ ഇടയിലുള്ളതിൽ എന്താണ്? ഒരു ഇങ്ങനെയുള്ള കർവാണല്ലേ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അവിടെ എക്സ് ബൈ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു 1/n. ഈ 1/nന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ 0 to 1. 1 ആകുമ്പോൾ ലോ പ്രഷർ ആണ്, 0 ആകുമ്പോൾ ഹൈ പ്രഷർ ആണ്. ഇന്റർമീഡിയറ്റില് 1/n ആയിരിക്കും. The intermediate pressure, it become polynomial function degree of 1/n. Then x by m depends upon the power of pressure which lies between 0 to 1. അപ്പോൾ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ പ്ലോട്ടിലുള്ളത്. ലോ പ്രഷർ ആകുമ്പോൾ എക്സ് ബൈ എന്ന് പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഹൈ പ്രഷർ ആകുമ്പോൾ എക്സ് ബൈ എം ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എന്നാണ്. എന്ന് വെച്ചാൽ എക്സ് ബൈ എം ഇസ് പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു 0. ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ എക്സ് ബൈ എം പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു 1/n. അപ്പം എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. ഇതാണ് ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇതിന്റെ രണ്ട് സൈഡിൽ ഞാൻ ലോഗരിതം എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പി റേസ് ടു 1/n അല്ലേ. അപ്പം ലോഗ് എക്സ് റേസ് ടു എന്നിന്റെ വാല്യൂ എന്താ? n ലോഗ് എക്സ് അല്ലേ. അങ്ങനെ വരാണെങ്കിൽ ലോഗ് കെ പി റേസ് ടു 1/nന്റെ വാല്യൂ എന്താ? 1/n ലോഗ് കെ പി എന്ന് വരും. അപ്പൊ ലോഗ് എ ഇൻറ്റു ബി എന്താണ്? ലോഗ് എ ഇൻറ്റു ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി. പ്ലോട്ടിന്റെ മുകളിൽ എഴുതുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ 1 സെക്കൻഡ്. ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. മൊത്തത്തിൽ ഇവിടെ എന്ത് വരും? 1/n ലോഗ് കെ പി എന്നുള്ളത് എന്ത് വരും? ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പി റേസ് ടു 1/n അല്ലേ. അപ്പോ ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. ലോഗ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ n ലോഗ് എക്സ്. പിന്നെ ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ ഇവിടെ ലോഗ് കെ പി റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ ആദ്യം ലോഗ് കെ പ്ലസ് ലോഗ് പി റേസ് ടു 1/n വരും. അതിനെ ആ 1/n ലോഗ് പി എന്ന് എഴുതി. അപ്പൊ ഇത് എന്ത് ഇക്വേഷൻ ആയി? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് അറിയുന്ന ഫോം ആയില്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എന്ന് വെച്ചാൽ y വേഴ്സസ് എക്സ് ഗ്രാഫ് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എമ്മോ y ഇന്റർസെപ്റ്റ് സിയു ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ലോഗ് എക്സ് ബൈ എം വേഴ്സസ് ലോഗ് പി ഗ്രാഫ് കഴിഞ്ഞാൽ എം എന്തായിരിക്കും? 1/n ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ലോപ്പ് 1/n ആയിരിക്കും. y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ ലോഗ് കെ. അപ്പോൾ ഏതാണ് ഈ ഗ്രാഫിലുള്ളത്? ലോഗ് എക്സ് ബൈ എം വേഴ്സസ് ലോഗ് പി പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് കെ. അപ്പം
ലാക്മേർ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഇക്വേഷൻസും ഗ്രാഫും അതിന്റെ ലോഗ് ഗ്രാഫും ഓർത്ത് വെക്കുക. x/m ഈക്വൽ ടു kp⁻1/n എന്നുള്ള ഓർത്താൽ മതി. അത് x/m വേഴ്സസ് പി ഗ്രാഫ് ലോ പ്രഷർ ആകുമ്പോൾ എങ്ങനെ, ഹൈ പ്രഷർ ആകുമ്പോൾ എങ്ങനെ, ഇന്റർമീഡിയറ്റ് പ്രഷർ ആകുമ്പോൾ എങ്ങനെ. ഇതിന്റെ ആ ലോഗ് എടുത്ത് വരുമ്പോൾ ലോഗ് x/m വേഴ്സസ് ലോഗ് പി ഗ്രാഫ് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് 1/n ആയിരിക്കും, y ഇന്റർസെപ്റ്റ് ലോഗ് k ആയിരിക്കും. അത് ആ ഇക്വേഷൻ തന്നെ വരുന്നതാണ്. ഈ രണ്ടാമത്തെ അഡ്സോർപ്ഷൻ ഐസോതേം ആണ് ലാക്മേർ അഡ്സോർപ്ഷൻ ഐസോതേം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അധിക എക്സാമിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലാക്മേർ അഡ്സോർപ്ഷൻ ഐസോതേം. അതിന്റെ ഐസോതേമിലേക്ക് അല്ലെ അതിന്റെ ഇക്വേഷൻ പറയുന്നതിന്റെ മുന്നേ ലാക്മേർ കുറച്ച് അസംഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ നോക്കാം. ദ ഓൾ അഡ്സോർപ്ഷൻ സൈറ്റ് ഓൺ ദ അഡ്സോർബന്റ് സർഫസ് ആർ ഈക്വലന്റ്. നമ്മൾ പറഞ്ഞു സോളിഡിന്റെ മുകളിൽ ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്ന കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ എന്താവും, ഈ ഗ്യാസിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോളിഡിന്റെ മുകളിൽ കുറച്ച് അഡ്സോർപ്ഷൻ സൈറ്റുകൾ ഉണ്ടാവില്ലേ, ആ എല്ലാ സൈറ്റും ഈക്വലന്റ് ആണെന്നാണ് ലാക്മേർ എടുത്ത ഒന്നാമത്തെ അസംപ്ഷൻ. ഓൾ അഡ്സോർപ്ഷൻ സൈറ്റ് ഓൺ ദ അഡ്സോർബന്റ് സർഫസ് ആർ ഈക്വലന്റ്. ഇനി രണ്ടാമത്തെ, നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾ. ഈ അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല. നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾ. പിന്നെന്താ, ഫോം ഓൺലി മോണോ ലെയർ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ. ലാക്മേർ അഡ്സോർപ്ഷൻ ഐസോതേം കൺസിഡർ ചെയ്ത് എന്താണ്, ഓൺലി മോണോ ലെയർ ഫോർമേഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ടു ഓപ്പോസിംഗ് സൈമൾട്ടേനിയസ് പ്രോസസ് ഇൻവോൾവ്. ഏതൊക്കെ, കണ്ടൻസേഷൻ ആൻഡ് ഇവാപറേഷൻ. അത് വേറൊന്നുമില്ല, നമ്മൾ പറഞ്ഞു അഡ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞത് അഡ്സോർപ്ഷൻ എന്നാണ്. അതിന് പകരം ലാക്മേർ ആയ അഡ്സോർപ്ഷൻ പ്രോസസ്സിനെ കണ്ടൻസേഷൻ എടുത്തു, അല്ലെങ്കിൽ കണ്ടൻസേഷൻ റെപ്രസെന്റ് ചെയ്തു. ഈ അഡ്സോർബ് ചെയ്ത മോളിക്യൂള് ഈ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡീസോർപ്ഷൻ എന്നായിരുന്നു പറഞ്ഞ് ആ ഡീസോർപ്ഷൻ പ്രോസസ്സിനെ ഇവാപറേഷൻ എന്നും കൺസിഡർ ചെയ്തു. കാരണം ഇവാപറേഷനും കണ്ടൻസേഷനും എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെയും സോളിഡിന്റെ മുകളിൽ ഗ്യാസ് സർഫസ് അന്ന് അഡ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻസ് തന്നെയാണ് ലാക്മേർ പറഞ്ഞത്. ഇപ്പോൾ ടു ഓപ്പോസിംഗ് സൈമൾട്ടാനിയസ് പ്രോസസ് ഇൻവോൾവ് കണ്ടൻസേഷനും ഇവാപറേഷനും. ദെൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ അഡ്സോർബ്ഡ് ഗ്യാസ് ആൻഡ് ഡീസോർബ്ഡ് ഗ്യാസ്. ഈ അഡ്സോർപ്ഷനും നടക്കുന്നുണ്ട്, ഡീസോർപ്ഷനും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാക്മേറിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ കണ്ടൻസേഷനും നടക്കുന്നുണ്ട്, ഇവാപറേഷനും നടക്കുന്നുണ്ട്. ആ രണ്ട് പ്രോസസ്സും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ലാക്മേർ എടുത്ത അഞ്ചാമത്തെ അസംപ്ഷൻ. അപ്പം ഇത്രയും അസംപ്ഷൻസ് ആണ് ലാക്മേർ കൺസിഡർ ചെയ്തത്. ഇനി അതിന്റെ ഐസോതേമിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലോട്ട് വരുന്നതിലേക്ക് നോക്കാം. ആദ്യം ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ചോദിക്കൂല, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിന്റെ ഇടയിലുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ചിലപ്പം പ്രോബ്ലം ചോദിക്കും. അപ്പൊ ഇത് ഓർത്ത് വെച്ച് അല്ലെങ്കിൽ ഈ ടേമുകൾ മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കാം. ലെറ്റ് തീറ്റ ബി ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബ്ഡ് സർഫസ് കവേർഡ് ബൈ ദ അഡ്സോർബ്ഡ് മോളിക്യൂൾ. അപ്പം എഗെയിൻ ഞാൻ പറയുന്നു, സോളിഡിന്റെ മുകളിൽ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യുന്നു. എന്താ എടുത്ത്, തീറ്റ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണല്ലേ, ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബന്റ് സർഫസ് കവേർഡ് ബൈ അഡ്സോർബ്ഡ് മോളിക്യൂൾ. ഈ അഡ്സോർബന്റെ ഈ സോളിഡിന്റെ മുകളിൽ സോളിഡിന്റെ എത്രത്തോളം സർഫസ് കവർ ചെയ്തിക്കുന്നുള്ളതിന്റെ ഫ്രാക്ഷനെയാണ് തീറ്റ എന്നെടുക്കുക. അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മള് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. എപ്പോഴും കംപ്ലീറ്റ് അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിന് തീറ്റന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. സർഫസിന്റെ മുകളിൽ ഫുൾ അല്ലെങ്കിൽ സോളിഡ് സർഫസിന്റെ കംപ്ലീറ്റ്ലി വന്ന് ഗ്യാസ് അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ തീറ്റന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ ഒന്നുകൂടി വരാം. ദ തീറ്റ ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബ്ഡ് സർഫസ് കവേർഡ് ബൈ ദ അഡ്സോർബ്ഡ് മോളിക്യൂൾ. സിൻസ് ദ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫ്രാക്ഷൻ അൺകവേർഡ് ആൻഡ് പ്രഷർ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തീറ്റ എന്ന് പറയുന്ന സർഫസിന്റെ എത്രത്തോളം ഭാഗം അല്ലെങ്കിൽ എത്രത്തോളം ഫ്രാക്ഷൻ ഗ്യാസ് മോളിക്യൂൾ കവർ ചെയ്തേക്കുന്നു. അപ്പം ബാക്കി വരുന്നത് എത്ര ഉണ്ടാവും, 1 മൈനസ് തീറ്റ അല്ലെ. സർഫസ് കവർ ചെയ്യാത്ത ഫ്രാക്ഷൻ എത്രയായിരിക്കും, 1 മൈനസ് തീറ്റ. ടോട്ടൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അതിൽ തീറ്റ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ അൺകവേർഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പം അഡ്സോർപ്ഷൻ നടക്കാനുള്ള റേറ്റ് അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഗ്യാസ് സോളിഡിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യാണ്.
അപ്പോൾ തീറ്റ ഓൾറെഡി അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേക്കന്റ് എത്ര ഉള്ളതിനായിരിക്കൂലേ ഇനി അഡ്സോർപ്ഷൻ നടക്കാനുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് അഡ്സോർപ്ഷൻ എത്ര നടക്കുന്നുള്ള റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും ആ വേക്കന്റ് സൈറ്റിനായിരിക്കൂലേ. വേക്കന്റ് സൈറ്റിന്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂലേ. ആ വേക്കന്റ് സൈറ്റിന്റെ എണ്ണത്തിന് അല്ലെങ്കിൽ ഫ്രാക്ഷന് 1 - തീറ്റ എന്ന് കൊടുത്തു. ദെൻ വേറെന്തിനാ ഡിപ്പെൻഡ് ചെയ്യും? ഗ്യാസ് ആണ്. അപ്പൊ എന്താവും? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 - തീറ്റ ഇൻറ്റു പി. ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരൂലേ. പ്രൊപ്പോർഷണലിനെ ഈക്വൽ ആക്കുമ്പോൾ R1 ഞാൻ കൊടുത്തു. റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈക്വൽ ടു K1 ഇൻറ്റു 1 - തീറ്റ ഇൻറ്റു പി. ഇനി അതത് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്താ? ഡീസോർപ്ഷൻ. രണ്ട് പ്രോസസ്സ് നടക്കുന്നതാണ് ലാക്മിയർ കൺസിഡർ ചെയ്തത്. കണ്ടൻസേഷനോ ഇവാപ്പറേഷനോ അല്ലെങ്കിൽ അഡ്സോർപ്ഷനോ ഡീസോർപ്ഷനോ. ഇനി അഡ്സോർപ്ഷന്റെ റേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? എത്രത്തോളം വേക്കന്റ് സൈറ്റ് ഉണ്ടെന്നും പ്രഷറിനെ. അപ്പം 1 - തീറ്റ ഇൻറ്റു പി. ഇനി റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ നടക്കുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓൾറെഡി അഡ്സോർബ് ചെയ്തതിനാണല്ലോ ഡീസോർപ്ഷൻ നടക്കുക. അപ്പം എത്രത്തോളം സർഫസ് കവർ ചെയ്തിക്കുന്നുള്ളതിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം R2 ഇൻറ്റു K2 ഇൻറ്റു തീറ്റ. അത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ലാലോ. കാരണം എന്താ? അത് അറ്റ്മോസ്ഫിയറിന്ന് വന്ന് ഗ്യാസ് സോളിഡിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസിനാണല്ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുക. ഇത് ഓൾറെഡി അഡ്സോർബ് ചെയ്ത മോളിക്യൂളാണ്. ഇനി അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്ത്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. കാരണം ഗ്യാസ് മോളിക്യൂള് സർഫസിലാണുള്ളത്, അറ്റ്മോസ്ഫിയറിലല്ലോ. അപ്പം റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുക എന്തിനു മാത്ര? എത്രത്തോളം സർഫസ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ R2 ഈക്വൽ ടു K2 ഇൻറ്റു തീറ്റ. R1 ആൻഡ് R2 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അഡ്സോർപ്ഷൻ ആൻഡ് ഡീസോർപ്ഷൻ കോൺസ്റ്റന്റ്. ഇനി പറഞ്ഞു നേരത്തെ ലാഗ്മിയർ എടുത്ത വേറൊരു അസംഷൻ ആയിരുന്നു, ഈ അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും തമ്മിൽ എന്തുണ്ട്? ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? റേറ്റ് ഓഫ് അഡ്സോർപ്ഷന്റെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും റേറ്റ് ഓഫ് ഡീസോർപ്ഷനും, അഡ്സോർപ്ഷന്റെ റേറ്റും ഡീസോർപ്ഷന്റെ റേറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ ഇക്വിലിബ്രിയത്തിൽ. അതിനല്ലേ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാ ആ ഒരു കണ്ടീഷന്. അപ്പൊ അറ്റ് ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പൊ എന്ത് വരും? K1 ഇൻറ്റു 1 - തീറ്റ ഇൻറ്റു പി ഈക്വൽ ടു K2 ഇൻറ്റു തീറ്റ. ഈ K1P ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. K1 ഇൻറ്റു പി മൈനസ് K1 ഇൻറ്റു തീറ്റ പി ഈക്വൽ ടു K2 ഇൻറ്റു തീറ്റ. ഇനി തീറ്റ ഉള്ള ടേം ഒക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് എഴുതി. K1P ഈക്വൽ ടു തീറ്റ ഇൻറ്റു K2 പ്ലസ് K1 ഇൻറ്റു പി. ഇനി അതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? തീറ്റ ഈക്വൽ ടു K1P ഡിവൈഡഡ് ബൈ K2 പ്ലസ് K1 ഇൻറ്റു പി. ഇനി ആ രണ്ട് ഭാഗത്തും K2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം K1 ഇൻറ്റു പി ഇൻറ്റു K2 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ അല്ല, മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ K2 പ്ലസ് K1 ഇൻറ്റു പി. ഇവിടെ മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്നത്, ഇവിടെ 1/K2 ഇങ്ങനെ തീറ്റ ഈക്വൽ ടു രണ്ട് ഭാഗത്ത് ഞാൻ 1/K2നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. തീറ്റ ഈക്വൽ ടു ഇവിടെ ആണ് ഇത് K2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അവിടെ 1/K2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/K2 ഇൻറ്റു K1 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 1/K2 ഇൻറ്റു K2 പ്ലസ് K1 ഇൻറ്റു പി. അപ്പോൾ ഈ K1/K2നെ ഞാൻ കൊടുത്തത് എന്താണ്? ബി എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്ത. K1 ഇൻറ്റു K2 പറയുന്നത് പി ഇൻറ്റു പി എന്ന് വരും അല്ലെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ ഇങ്ങനെ 1 വന്നു. K2 ഡിവൈഡ് ബൈ K2 ഇൻറ്റു പി. K2 ഡിവൈഡ് ബൈ K2 ഇൻറ്റു പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി അവിടെ കട്ടെ. K2 ഡിവൈഡ് ബൈ K2 എന്ന് പറയുമ്പോൾ 1 വരും. K1 ഡിവൈഡ് ബൈ K2 ഞാൻ ബി എന്നാണ് കൊടുത്ത്. ഇപ്പോൾ 1 പ്ലസ് ബി ഇവിടെ പി വരുന്നു, പി 1 പ്ലസ് ബി പി എന്നിട്ടു അല്ലേ. ഒന്നുകൂടി നോക്കാം. ഞാൻ രണ്ട് ഭാഗത്തും ഈ ഇക്വേഷൻ വരെ ഒക്കെയാണ്. ഈ ഇക്വേഷനിൽ ഞാൻ മുകളിലും താഴെ 1/K2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താവും? K1 ഡിവൈഡ് ബൈ K2 എന്നുള്ളത് ബി കൊടുത്ത BP ഡിവൈഡ് ബൈ K2 ഡിവൈഡ് ബൈ K2 ഈക്വൽ ടു 1 പ്ലസ്
K1 divided by K2 B. അപ്പം തീറ്റ ഈക്വൽ ടു BP divided by 1 plus BP. B എന്ന് പറയുന്നത് എന്താണ്? K1 divided by K2. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തേക്കാം. തീറ്റ ഈക്വൽ ടു BP divided by 1 plus BP. B എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. The amount of the gas adsorbed on the surface of adsorbent is proportional to theta. കാരണം x by m എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്നാ പറഞ്ഞേ. അതെങ്ങനെ? എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? തീറ്റനെ. തീറ്റ എന്തായാലും ഓൾറെഡി അഡ്സോർബ് ചെയ്തത്. അപ്പൊ എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു അവിടെ എത്രത്തോളം അഡ്സോർബ് ചെയ്തിരിക്കുന്നില്ലേ? തീറ്റ. അപ്പൊ എക്സ് ബൈ എം ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്ന് വരും. ഈ അപ്പൊ തീറ്റന്റെ വാല്യൂ എന്തായി? ഈ എക്സ് ബൈ എം ഈക്വൽ ടു K3 ഇൻറ്റു തീറ്റ എന്ന് വന്നു. തീറ്റന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടിക്ക്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? എക്സ് ബൈ എം ഈക്വൽ ടു K3 ഇൻറ്റു BP ഡിവൈഡ് ബൈ 1 പ്ലസ് BP. കെ ഒരു കോൺസ്റ്റന്റ് ആണ്, ബി ഒരു കോൺസ്റ്റന്റ് ആണ്. ആ K3 ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ആ കോൺസ്റ്റന്റ് ഞാൻ എ എന്ന് കാണിച്ചു. അങ്ങനെ ആവുമ്പോൾ എക്സ് ബൈ എം എന്ന് പറഞ്ഞാല് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു AP ഡിവൈഡ് ബൈ 1 പ്ലസ് BP. ഇപ്പൊ എ ആൻഡ് ബി നമ്മൾ എന്താ പറയാ? ലാഗ്മേയർ കോൺസ്റ്റന്റ് എന്നാണ് പറയാ. ഈ ഇക്വേഷനാണ് ലാഗ്മേയർ ഇക്വേഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. തീറ്റന്റെ ഇക്വേഷനും പഠിച്ചു. എക്സ് ബൈ എം, എക്സ് ബൈ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷന്റെ ഇക്വേഷൻ നോക്കി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ആണ് ഓർത്തെക്കേണ്ടത്. അതിൽ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാല് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് സർഫസ് കവറേജ് ബൈ അഡ്സോർബന്റ് മോളിക്യൂൾ ആണ്. എത്രത്തോളം സർഫസ് കവർ ചെയ്തിരിക്കുന്നുള്ളതിന്റെ ഫ്രാക്ഷൻ അത് കാണാനുള്ള ഇക്വേഷൻ BP ഡിവൈഡ് ബൈ 1 പ്ലസ് BP. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് K1 ഡിവൈഡ് ബൈ K2. K1 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്സോർപ്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്. K2 എന്ന് പറയുന്നത് ഡീസോർപ്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്. പിന്നെ എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. അത് എന്ന് പറയുന്നത് AP ഡിവൈഡ് ബൈ 1 പ്ലസ് BP. എയും ഒരു കോൺസ്റ്റന്റ് ആണ്, ബിയും ഒരു കോൺസ്റ്റന്റ് ആണ്. ആ രണ്ട് കോൺസ്റ്റന്റിനെ പറയുന്ന പേര് ലാഗ്മേയർ കോൺസ്റ്റന്റ്. അപ്പം ഡെറിവേഷൻ ചോദിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീറ്റന്റെ വാല്യൂ എക്സ് ബൈ എം വാല്യൂ ഓർത്തേക്കാം. ഇനി ഇതിന്റെ പ്ലോട്ട് എങ്ങനെയാന്ന് വരുന്നതെന്ന് വെച്ചാല് അപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് ഫ്രണ്ട്ലി അഡ്സോർപ്ഷനിൽ എക്സ് ബൈ എം വേഴ്സസ് പി ഗ്രാഫ് ആയിരുന്നില്ലേ? ഇവിടെ ഉള്ളത് പി ബൈ എക്സ് ബൈ എം വേഴ്സസ് പി ഗ്രാഫ് ആണ്. നമുക്കറിയാം എക്സ് ബൈ എം എന്ന് പറഞ്ഞാല് AP ഡിവൈഡ് ബൈ 1 പ്ലസ് BP. ഇനി എക്സ് ബൈ എമ്മിന് രണ്ടു ഭാഗത്തും ഞാൻ പി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ഇവിടെ P ഡിവൈഡ് ബൈ P എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ A മാത്രം ഡിവൈഡ് ബൈ 1 പ്ലസ് BP എന്ന് വരും. ഇനി P ബൈ എക്സ് ബൈ എന്ന് പറഞ്ഞാല് ഇതിന്റെ എക്സ് ബൈ എം ബൈ പി എന്ന് പറഞ്ഞാൽ A ബൈ 1 പ്ലസ് BP ആകുമ്പോൾ P ബൈ എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് എടുത്ത 1 ബൈ A പ്ലസ് B ബൈ A ഇൻറ്റു P അല്ലേ? പിന്നെ എക്സ് ബൈ എം ഡിവൈഡ് ബൈ P ഈക്വൽ ടു A ഡിവൈഡ് ബൈ 1 പ്ലസ് BP. ഇതിന്റെ റിവേഴ്സ് എടുത്ത P ബൈ എക്സ് ബൈ എം ഈക്വൽ ടു 1 പ്ലസ് BP ഡിവൈഡ് ബൈ A. അതിന് എനിക്ക് എങ്ങനെ ഇതാ? 1 ബൈ A പ്ലസ് B ബൈ A ഇൻറ്റു P. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്? Y ഈക്വൽ ടു MX പ്ലസ് C എന്ന് പറയുന്നത് ഒരു ഫോർമുല അല്ലെ? ഇവിടെ Y എന്താണ്? P ബൈ എക്സ് ബൈ എം. എക്സ് എന്താണ്? P. അപ്പൊ സ്ലോപ്പ് എന്തായിരിക്കും? B ബൈ A. Y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 1 ബൈ A. ഇപ്പോൾ ലാഗ്മേയർ അഡ്സോർപ്ഷൻ ഐസോതേമിലെ ഒരു ഐസോതേം എന്ന് പറയുന്നത് അല്ലെ P ബൈ എക്സ് ബൈ എം വേഴ്സസ് P ഗ്രാഫ് ആണ്. നേരത്തെ ഫ്രണ്ട്ലിച്ച് നമ്മൾ എക്സ് ബൈ എം വേഴ്സസ് P ഗ്രാഫ് ആയിരുന്നു തന്നെ. ഇവിടെ P ബൈ എക്സ് ബൈ എം വേഴ്സസ് P ഗ്രാഫ്. അപ്പം തീറ്റ കാണാനും എക്സ് ബൈ എം കാണാനും ഉള്ള ഇക്വേഷൻസും അതിന്റെ ഐസോതേമും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പുറത്തേക്കാം. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു അസംഷൻ പറഞ്ഞു ഇത് എന്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ? മോണോലെയർ ഫോർമേഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതെന്താണ്? ഒരു ലിമിറ്റേഷൻ ആണല്ലേ? നമ്മളറിയാം കെമിക്കൽ അഡ്സോർപ്ഷനിൽ എന്ത് നടക്കുന്നുണ്ട്?
ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ മൾട്ടി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ആ മൾട്ടി ലെയർ ഫോം ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ച് ഇത് ലാക്മിയർ അഡ്സോർപ്ഷൻ ഐസോതേർം ഒന്നും പറയുന്നില്ല. ഇത് ഓൺലി കൺസിഡർ ദ മോണോ ലെയർ അഡ്സോർപ്ഷൻ ആൻഡ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ അഡ്സോർപ്ഷൻ ഈസ് നോട്ട് കൺസിഡർ. ഇവിടെ പ്രഷർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. Then the relation between the heat of adsorption and the surface area is not explained here. എന്ത് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷനും സർഫസ് ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ലിമിറ്റേഷൻ അറിയുന്നത് ലാക്മിയർ അഡ്സോർപ്ഷൻ ഐസോതേർമിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ അറിയുന്നത് ഒരു മോണോലെയർ ഫോർമേഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ മൾട്ടി ലെയർ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആണ്. കാരണം ഫിസിക്കൽ അഡ്സോർപ്ഷനിലൊക്കെ മൾട്ടി ലെയർ ഫോർമേഷൻ നടക്കും. ഇനി എങ്ങനെയാണ് ഒരു സർഫസ് ഏരിയ ഒരു അഡ്സോർബന്റിന്റെ സർഫസ് ഏരിയ കാണാന്നുള്ള നോക്കാം. The volume of the gas at STP required to cover the adsorbent surface with monolayer. ആദ്യം എടുത്ത് ഇവിടെ ഒരു മോണോലെയർ ഫോർമേഷൻ ആണ് കൺസിഡർ ചെയ്തത്. ഇപ്പം ഒരു സർഫസ് എടുത്തു, അതിന്റെ സർഫസ് ഗ്യാസ് മോളിക്യൂൾ കവർ ചെയ്തു, ഒരു മോണോലെയർ ഫോം ചെയ്തു. ആ മോണോലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയത്തിനെ ഞാൻ VM എന്നെടുത്തു. എന്താണ് മോണോലെയർ ഫോം ചെയ്യാനുള്ള ഗ്യാസ് മോളിക്യൂൾ, എത്ര ഗ്യാസ് മോളിക്യൂൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എത്ര ഗ്യാസ് മോളിക്യൂൾ വോളിയം ഉണ്ട് ഒരു മോണോലെയർ ഫോം ചെയ്യാന്നുള്ളതിനെ ഞാൻ VM എന്നെടുത്തു. ദ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് STP സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്, അത് ഓർക്കാം. റിക്വയർഡ് ടു കവർ ദ അഡ്സോർബന്റ് സർഫസ് വിത്ത് മോണോലെയർ. സർഫസിൽ മോണോലെയർ ഫോം ചെയ്യാനുള്ള ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയമാണ് VM. നമുക്കറിയാം ഒരു STPയിൽ 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? 22.4 ലിറ്റർ ആണെങ്കിൽ. പക്ഷെ നമുക്കുള്ളത് എത്രയാണ്? VM ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ അതിലെത്ര മോളിക്യൂൾ ഉണ്ടാവും? N0 ഡിവൈഡഡ് ബൈ 22.4 മോളിക്യൂൾ ഉണ്ടാവും അല്ലെ? 414 അക്യുറേറ്റ് പറയുകയാണെങ്കിൽ 22.414 മോളിക്യൂൾ ഉണ്ടാവും. നമുക്കുള്ള വോളിയം എത്രയാണ്? VM. ഇത് 1 ലിറ്ററിന്റെ. അപ്പം VM ലിറ്റർ ആണെങ്കിലോ എത്ര മോളിക്യൂൾ ഉണ്ടാവും ടോട്ടൽ? N0 ഡിവൈഡഡ് ബൈ 22.414 ഇൻറ്റു VM അല്ലെ? ഇനി ഒരു മോളിക്യൂളിന്റെ സർഫസ് ഏരിയ ഞാൻ S എന്നെടുത്തു. അപ്പം ഇത്രയും മോളിക്യൂളിനെ, അപ്പൊ എനിക്ക് ടോട്ടൽ എത്ര മോളിക്യൂളാണ് ഉള്ളത്? അവഗാഡ്രോ നമ്പർ ഡിവൈഡഡ് ബൈ 22.414 ഇൻറ്റു VM മോളിക്യൂൾ ഉണ്ട്. അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ സർഫസ് ഏരിയ S ആണെങ്കിൽ ഇത്രയും മോളിക്യൂളിന്റെ സർഫസ് ഏരിയ അറിഞ്ഞ ഇൻറ്റു S ആയിരിക്കും അല്ലെ? അപ്പോൾ N0 ഇൻറ്റു VM ഇൻറ്റു S ഡിവൈഡഡ് ബൈ 22.414 മീറ്റർ സ്ക്വയർ ആയിരിക്കും അഡ്സോർബന്റിന്റെ സർഫസ് ഏരിയ. ഇവിടെ നോക്കിയേ, the volume of the gas at STP required to cover the adsorbent surface with the monolayer is VM. മോണോലെയർ ഫോം ചെയ്യാനുള്ള ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം VM. The 22.414 ഡെസിമീറ്റർ ക്യൂബ്. ഒരു ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാല് 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ഇറ്റ്സ് ഇക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബ്. ഇവിടെ ഡെസിമീറ്റർ ക്യൂബ് പറഞ്ഞാണ്. 22.414 ഡെസിമീറ്റർ ക്യൂബ് ഓഫ് ദ ഗ്യാസ് അറ്റ് STP contain N0 molecules, and the Avogadro number molecule. അപ്പോൾ VM ഡെസിമീറ്റർ ക്യൂബ് ഓഫ് ദ ഗ്യാസ് എത്ര മോളിക്യൂൾ ഉണ്ടാവും? N0 ഇൻറ്റു VM ഡിവൈഡഡ് ബൈ 22.414. ലെറ്റ് S be the area occupied by a single molecule of the gas. ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സർഫസ് ഏരിയ S എന്ന് എടുത്താണെങ്കിൽ അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എത്ര ആയിരിക്കും മോണോലെയർ ഫോം ചെയ്യാനുള്ളത്? N0 ഇൻറ്റു V ഇൻറ്റു S ഡിവൈഡഡ് ബൈ 22.414 മീറ്റർ സ്ക്വയർ. അപ്പം സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. N0 ഇൻറ്റു VM ഇൻറ്റു S ഡിവൈഡഡ് ബൈ 22.414 മീറ്റർ സ്ക്വയർ. അതിൽ VM എന്ന് പറഞ്ഞാല് മോണോലെയർ ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം. വോളിയം ഇൻ എന്തിലാണ്? ലിറ്ററിൽ. അത് ഓർത്തുക. വോളിയം ഇൻ ലിറ്ററിലാകുമ്പോഴാണ് ഇത് മീറ്റർ സ്ക്വയറിൽ വരാം. എങ്ങനെയാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഡെസിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനും ഓർത്ത് വെക്കുക.
ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഒന്നാമത്തെ പ്രോബ്ലം നോക്കിയേ. ദ അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ എ മെറ്റൽ ഈസ് ഗവേൺഡ് ബൈ ലാഗ്മേർ ഐസോത്തേം. അപ്പൊ ഏതാണ് ഐസോത്തേം? ലാഗ്മേർ ഐസോത്തേം ആണ് തന്നിക്ക്. വിത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K equal to 0.40 kilopascal inverse. Calculate the fractional surface coverage by at a pressure of 1 kilopascal inverse. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാല് അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം വരാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ തന്നിക്ക് എന്നുള്ള. അപ്പൊ നമുക്ക് എന്താണ് ലാഗ്മേർ ഐസോത്തേം എന്ന് പറഞ്ഞു, ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, പിന്നെന്താണ് പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ. ദ പ്രഷർ ഓഫ് 1 kilopascal inverse. അപ്പൊ P equal to 1 kilopascal. എന്താണ് കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ സർഫസ് കവറേജ്. എത്ര സർഫസ് കവറേജ് ചെയ്ത് അതിനെ എന്തായാലും റെപ്രസെന്റ് ചെയ്ത് തീറ്റ അല്ലേ. നേരത്തെ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞ ദ ഫ്രാക്ഷൻ ഓഫ് സർഫസ് കവറേജ്. അപ്പൊ തീറ്റ ആണ് നമുക്ക് കാണേണ്ടത്. പി തന്നിട്ടുണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റും ഉണ്ട്. അപ്പൊ തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നേരത്തെ? ബി പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി പി. ഇപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമുക്ക് തന്നത്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞേ K1 ഡിവൈഡഡ് ബൈ K2. K1 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ അഡ്സോർപ്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്, K2 എന്ന് പറഞ്ഞാൽ ഡീസോർപ്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ K1 ബൈ K2 എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ. ഒരു എ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ബി. എ ടു ബി ആകുന്ന റേറ്റ് കോൺസ്റ്റന്റ് K ആണെങ്കിൽ ബി ടു എ ആകുന്നത് K2 ആണെങ്കിൽ K1 ബൈ K2 എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണല്ലേ K. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് തന്നിക്ക്, അതന്നല്ലേ ബി എന്ന് അറിയുന്നാലും. അപ്പൊ ബിയും തന്നിക്ക് പിയും തന്നിക്ക്. ഫ്രാക്ഷൻ ഓഫ് സർഫസ് കവറേജ് ആണ് പറഞ്ഞത്. എന്ത്? തീറ്റ കാണാനാണ് ഇത് തന്നത്. ഇപ്പൊ തീറ്റ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ബി പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി പി. അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ കോൺസ്റ്റന്റ് ഒക്കെ സോറി യൂണിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇത് കിലോ പാസ്കൽ ഇൻവേഴ്സ് ആണ്, ഇവിടെയും കിലോ പാസ്കൽ ആണ്. അപ്പൊ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമല്ല. അപ്പൊ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ബി എന്ന് പറയുന്നത് 0.4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.4 ഇൻറ്റു 1. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര കിട്ടും? 0.2ലേക്ക് അല്ലെ. 0.4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.4 എന്ന് പറയുന്നത് 0.4 ഡിവൈഡഡ് ബൈ 1.4 വരും. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 14 വരും. ദാറ്റ് ഈസ് 0.20, അപ്രോക്സിമേറ്റ്ലി 0.20. അപ്പൊ എന്താണ് ആൻസർ? ആൻസർ എ ആണ് അല്ലെ. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലാഗ്മേർ ഐസോത്തേം തന്നെയും കൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാൻ കഴിയണം. പിന്നെ സർഫസ് കവറേജ്, ഫ്രാക്ഷൻ ഓഫ് സർഫസ് കവറേജ് എന്ന് പറഞ്ഞാൽ അത് തീറ്റ എന്നുള്ളത് അറിയണം. തീറ്റന്റെ ഇക്വേഷനും അറിയണം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഏതിലെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ പേപ്പറും പെന്നും ഇല്ലേ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോയാൽ പ്രോബ്ലംസ് ആണ് അധികം ഡിസ്കസ് ചെയ്യുക. അത് വർക്കൗട്ട് ചെയ്ത് പോയാൽ നിങ്ങൾ ഒന്നുകൂടി പഠിക്കും. ലൈക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനെ ജസ്റ്റ് പറയുന്നത്, ഞാൻ ആൻസർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പോരാതെ എന്താണ്, നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എഴുതി പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക. ഒന്നുകൂടി ക്ലിയർ ആവും നല്ലോണം. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് വരെ നിങ്ങൾ എല്ലാവരും പിന്നും പേപ്പറൊക്കെ ആയിട്ട് എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കാണുന്നൊന്നും ഇല്ലാത്തതും കൊണ്ട് നിങ്ങൾ എഴുതാണ്ടോ നിൽക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രോസസ് ഗിവൺ ബിലോ ഫോളോ ദ ലാഗ്മേർ അഡ്സോർപ്ഷൻ ഐസോത്തേം. ക്വസ്റ്റ്യൻസ് ആദ്യം നല്ല വൃത്തിക്ക് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും. ഇപ്പൊ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ
വളരെ കുറഞ്ഞ സമയമാണ് ഉണ്ടാവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 75 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. 75 ക്വസ്റ്റ്യൻ അല്ല, ഇപ്പോൾ ഓർഗാനിക് ഉണ്ടാവും, ഇനോർഗാനിക് ഉണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയാൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും പറയുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫുള്ള് കണ്ടില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ മൊത്തം ക്വസ്റ്റ്യനും എന്തൊക്കെയായി ഉള്ളത് എന്ന് അറിഞ്ഞില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്ന് അതിൽ തന്നെ നിന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള, അല്ലെങ്കിൽ ചിന്തിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും തോന്നുമ്പോൾ വേഗം എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു പോവല്ലാണ്ട് വായിക്കുമ്പോൾ നല്ല വൃത്തിക്ക് വായിക്കുക. എന്താ വെച്ചാൽ അതിൽ തന്നെ ആൻസർ ഉണ്ടാവും, അതിൽ തന്നെ ചെയ്യാനുള്ള വഴി ഉണ്ടാവും. വളരെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ലാക്മേർ അഡ്സോർപ്ഷൻ ഐസോതേം ആണ് പറഞ്ഞിട്ട് നമ്മൾ 2 ഐസോതേമിനെ കുറിച്ചാണ് പറഞ്ഞത്, ഫ്രണ്ട്ലിച്ചും ലാക്മേറും. ഈ ക്വസ്റ്റ്യനിൽ ലാക്മേർ ആണ് നമുക്ക് വേണ്ടിയത്. പിന്നെ റിയാക്ഷൻ തന്നിക്ക് A2 എന്താന്ന് 2A അഡ്സോർബ് എന്ന് വെച്ചാൽ ഇപ്പൊ A2 എന്ന് പകരം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് O2 എന്ന് പറയട്ടെ. അറ്റ്മോസ്ഫിയറിലുള്ളവരോ ഓക്സിജൻ O2 ആയിട്ടാണ് ഉള്ളത് അല്ലെ. അത് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ, അഡ്സോർപ്ഷൻ നടന്നാല് O2 ആയിട്ടല്ല ഇവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നത്, 2A ആണ്. എന്ന് വെച്ചാൽ ഈ O2 ഉള്ളത് അഡ്സോർബ് ചെയ്യുമ്പോൾ ഓരോ ഓക്സിജൻ ആയിട്ട് ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞാതിരിയല്ല, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് A B ആണ് കേസ് അല്ലെ, സോറി. ഇപ്പം ഏതെങ്കിലും ഒരു ഗ്യാസ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്യുമ്പോൾ അതിന് ഡിസോസിയേഷൻ ഒന്നും നടക്കുന്നില്ല, അത് അങ്ങനെ തന്നെ അഡ്സോർബ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. A2 2A ആണുണ്ട്. അതിന് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണ്, റിവേഴ്സിന്റെ K-1 ആണ്. ഇനി ഇഫ് തീറ്റ ഡിനോട്ട് സർഫസ് കവറേജ്, തീറ്റ എന്താണ്, സർഫസ് കവറേജ് ആണ്. NP ഡിനോട്ട് ദ പ്രഷർ, അത് തന്നെ. ഇനി എന്താണ് കാണേണ്ടത്, സ്ലോപ്പ് ഓഫ് ദ പ്ലോട്ട് ഓഫ് തീറ്റ പി വേഴ്സസ് റൂട്ട് പി. തീറ്റ ഡിവൈഡഡ് ബൈ പി വേഴ്സസ് റൂട്ട് പി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് കാണേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ലാക്മേറിന്റെ ആകെ തീറ്റ കാണാനുള്ള ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. അത് ഇങ്ങനത്തെ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞുതരാം. അപ്പം നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം ലാക്മേർ ആണ് ഓൾറെഡി നമുക്ക് കിട്ടി. അതിന്റെ തീറ്റ കാണാനുള്ള ഇക്വേഷൻ BP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നറിയോ, തീറ്റ ഈക്വൽ ടു BP ഹോൾ റേസ് ടു 1/n ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP റേസ് ടു 1/n. അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുമ്പോഴുള്ള ഇക്വേഷൻ ആണിത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തേക്ക. ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇത് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുമ്പോൾ BP എന്ന് മാത്രമല്ല BP റേസ് ടു 1/n വരും. ഇനി എന്നിന്റെ വാല്യൂ ഇവിടെ എന്താണ്, A2 2A ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ഇനിയിപ്പം A3 3A ആവാണെങ്കിൽ എന്നിന്റെ വാല്യൂ 3 ആയിരിക്കും. ഇവിടെ A2 2A ആണ് വന്നത്, അപ്പൊ എന്നിന്റെ വാല്യൂ 2. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 1 പ്ലസ് BP റേസ് ടു 1/n 1/2 വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP റേസ് ടു 1/2. ഇവിടെ ഞാൻ ബിക്ക് പകരം K ആണ് കൊടുത്തത്. അതെന്തിന് വേണ്ടിയിട്ടാ, B എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ബിക്ക് പകരം K എന്ന് കൊടുത്ത്, കാരണം നമുക്ക് അന്ന് തീറ്റ പി വേഴ്സസ് റൂട്ട് പിന്റെ ഗ്രാഫിലൊക്കെ നമ്മളെ ഓപ്ഷൻസ് നോക്കുകയാണ്, എല്ലാം K എന്നാണല്ലേ. K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. എല്ലാം ഓപ്ഷൻസിലും K വെച്ചിട്ടാണ് നമുക്ക് തന്നത്. അപ്പൊ B വെച്ച് തന്നിട്ട് നമുക്ക് ഡൗട്ട് ആവണ്ടെന്നുള്ളതിലാണ് ബിക്ക് പകരം ഞാൻ അവിടെ K കൊടുത്തത്.
ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയപ്പോൾ കെയിലാണ് റെപ്രസെന്റ് ചെയ്തത് കൊണ്ട് ഞാൻ ബിക്ക് പകരം കെ കൊടുത്തു. അപ്പോൾ 1/θ ഈക്വൽ ടു 1 പ്ലസ് KP റേസ് ടു 1/2 ഡിവൈഡ് ബൈ KP റേസ് ടു 1/2. ഈ ക്വസ്റ്റ്യൻ നോക്കുക, തീറ്റ ഡിവൈഡ് ബൈ പി വേഴ്സസ് റൂട്ട് പി ആണ്. ഹലോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തീനോ? ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തോ. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം വന്നിക്ക്. ഈ തീറ്റ പി ഡി വേഴ്സസ് റൂട്ട് പി എന്നല്ലേ ക്വസ്റ്റ്യനിൽ തന്നെ? അത് 1/θ വേഴ്സസ് റൂട്ട് പി എന്ന് കൊടുക്കോ. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചേഞ്ച് വരുത്താം. അപ്പം സോറി, ആ ക്വസ്റ്റ്യന് പ്രീവിയസ് നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാ. ഇതില് തീറ്റ പി വേഴ്സസ് റൂട്ട് പി ഗ്രാഫ് ആയിരുന്നു ചോദിച്ചത്, പക്ഷെ ക്വസ്റ്റ്യൻ വേണ്ടിയത് 1/θ വേഴ്സസ് റൂട്ട് പി ആണ്. അതൊന്ന് ചേഞ്ച് വരുത്തണേ. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വരാം. അപ്പം തീറ്റന്റെ വാല്യൂ കാണാൻ എന്തുവരും? BP റേസ് ടു 1/, എന്നുള്ളതിന് പകരം ഞാൻ ബിക്ക് കൊടുത്ത് പകരം കെ കൊടുത്തു. അപ്പൊ KP റേസ് ടു 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് KP റേസ് ടു 1/2. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ച് 1/θ വേഴ്സസ് റൂട്ട് പി ഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് തീറ്റന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. അപ്പൊ 1/θ എന്തായിരിക്കും? അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/θ ഈക്വൽ ടു 1 പ്ലസ് KP റേസ് ടു 1/2 ഡിവൈഡ് ബൈ KP റേസ് ടു 1/2. എനിക്ക് അതിനെങ്ങനെ ഇതാ 1 ഡിവൈഡ് ബൈ KP റേസ് ടു 1/2 പ്ലസ് KP റേസ് ടു 1/2 KP റേസ് ടു 1/2 ക്യാൻസൽ ആയിട്ട് പ്ലസ് 1 വരും. ദെൻ 1/θ അതിനങ്ങനെ എഴുതി 1 KP റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് K ഇൻറ്റു റൂട്ട് പി പ്ലസ് 1. അപ്പൊ എന്തായി? Y ഈക്വൽ ടു MX പ്ലസ് C പോലെ ആയില്ലേ? Y ഈക്വൽ ടു MX പ്ലസ് C ആകുമ്പോൾ 1/θ അറിയുന്നത് Y വേഴ്സസ് റൂട്ട് പി ആണ്. ഇപ്പൊ 1/റൂട്ട് പി എന്ന് പറഞ്ഞാല് എക്സ്. അപ്പം എക്സിന്റെ കൂടെ ഉള്ളത് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/K റൂട്ട് K കിട്ടി. ഓപ്ഷൻ നോക്കുമ്പോൾ 1/റൂട്ട് K എന്താണ്? ഏതാണ് വരാം? ഡി ആണല്ലേ ഓപ്ഷൻ വരാ. 1/K ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നേരത്തെ നമ്മൾ ബി എന്ന് കാണിച്ചു, ഇവിടെ K എന്ന് കാണിച്ചു. ഇപ്പൊ K ഇക്വിലിബ്രിയം റേസ് ടു 1/2. ഇവിടെ ക്വസ്റ്റ്യനിൽ മാറ്റേണ്ടി 1/θ വേഴ്സസ് 1/റൂട്ട് പി എന്ന് കൊടുക്കാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും. ക്വസ്റ്റ്യനില് റൂട്ട് പി എന്നല്ലേ, പക്ഷെ നമ്മളിപ്പോ 1/θ ഈക്വൽ ടു 1/റൂട്ട് K റൂട്ട് പി എന്ന് പറയുമ്പോൾ അത് 1/റൂട്ട് പി അല്ലേ വരുന്നത്? അതെ, അത് ഞാനിപ്പം ക്വസ്റ്റ്യനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പറഞ്ഞ് 1/θ വേഴ്സസ് 1/റൂട്ട് പി എന്നൊന്നും ചേഞ്ച് വരുത്തോ. എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. അവിടെ 1/θ വേഴ്സസ് 1/റൂട്ട് പി വരുമ്പം ഇത് ചെയ്യുന്ന മനസ്സിലായോ? ഹലോ. അപ്പം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കൂല. നമ്മള് ഏതൊരു ഐസോത്തോം ആണെങ്കിലും അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ പറയുക ചേഞ്ച് വരുത്തിയാൽ മതി. ഇപ്പൊ നമ്മൾ തീറ്റന്റെ വാല്യൂ ആണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ 1/θ ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഉള്ള ഇക്വേഷൻ, അറിയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ റിലേഷനെ എങ്ങനെയാണ് 1/θ മാറ്റുക. അധികം ഈ പ്ലോട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഈ സ്ലോപ്പ് എന്താ വരിക, Y ഇന്റർസെപ്റ്റ് എന്ത് വരും, അത് അധികം കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതും ഡിസോസിയേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് കാണാം, അല്ലെങ്കിൽ തീറ്റന്റെ വാല്യൂവിൽ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത്.
ഓക്കെ അല്ലേ? ഹലോ. യെസ് മാം. ഓക്കെ, രണ്ട് പ്രോബ്ലം ചെയ്തത് നമ്മൾ ലാക്മേർ അഡ്സോർപ്ഷൻ ഐസോതേം വെച്ചിട്ട് തന്നെ ഡിഫറെന്റ് അപ്രോച്ചിൽ രണ്ട് ക്വസ്റ്റ്യനും ഒന്ന് ഡയറക്റ്റ്ലി ചോദിച്ചതാണ്, ഒന്ന് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളതാണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫ്രണ്ട്ലി ഐസോതേം, ഏതാണ്? ഫ്രണ്ട്ലി ഐസോതേം ആണ്. എ ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് ഒബ്റ്റെയിൻ ഇൻ ദ പ്ലോട്ട് തീറ്റ സർഫസ് കവറേജ് ആൻഡ് പി പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഇപ്പോൾ ഫ്രണ്ട്ലി ഐസോതേമിന്റെ എന്താണ് തന്നത്? എ ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് ഒബ്റ്റെയിൻ ഇൻ ദ പ്ലോട്ട് ഓഫ് the friendly isotherm a linear relationship obtained in the plot of സോറി, ഇതാ ക്വസ്റ്റ്യൻസ് ശരി തന്നെയാണ്, ഞാൻ വായിച്ചതിലുള്ള ഒരു മിസ്റ്റേക്കാ. ഫ്രണ്ട്ലി ഐസോതേമില് റിലേഷൻഷിപ്പ് കിട്ടുന്ന ഈ 4 ഓപ്ഷനിലും ഏത് ഗ്രാഫിലാണ് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടുന്നത്? തീറ്റയും വേഴ്സസ് പി ഗ്രാഫ് വരുന്ന ഏതൊക്കെ? തീറ്റ വേഴ്സസ് പി ആണോ? എൽ എൻ തീറ്റ വേഴ്സസ് എൽ എൻ പി ആണോ? എൽ എൻ തീറ്റ വേഴ്സസ് പി ആണോ? അല്ലെങ്കിൽ തീറ്റ വേഴ്സസ് എൽ എൻ പി? ഏത് ഗ്രാഫ് വരുന്നാലാണ് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടാൻ? ഏതില്? ഫ്രണ്ട്ലി ഐസോതേമില്. അപ്പൊ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച് എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. ഇനി ഇതിന്റെ എൽ എൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ ലോഗ് എടുത്ത അതിൽ തന്നെ എൽ എൻ എക്സ് ബൈ എം എടുക്കുമ്പോൾ എൽ എൻ കെ പ്ലസ് 1/n എൽ എൻ പി. അപ്പൊ ഫ്രണ്ട്ലി ഐസോതേം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്ന എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. അപ്പം ഇവിടെ എക്സ് ബൈ എമ്മിന് പകരം തീറ്റ ആണല്ലേ പറഞ്ഞത്, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കവർ ചെയ്തിരിക്കുന്നുള്ളതിന് പ്രപ്പോർഷണലാണ്. അപ്പൊ എക്സ് ബൈ എം ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ ആണ്. അപ്പൊ എക്സ് ബൈ എമ്മിന് പകരമായിട്ട് നമുക്ക് തീറ്റ എന്നും കൊടുക്കാം. അപ്പം ഈ എക്സ് ബൈ എമ്മിന് പകരം തീറ്റ കൊടുക്കുകയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു കെ പി റേസ് ടു 1/n എന്ന് വരും. അപ്പൊ എന്തായി? തീറ്റ വേഴ്സസ് പി ഗ്രാഫ് വരുന്നാല് നമുക്ക് നേരത്തെ കിട്ടിയത് എങ്ങനെയായിരുന്നു? ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരുന്നു അല്ലെ? ഫ്രണ്ട്ലി ഐസോതേമിൽ നമ്മൾ പഠിച്ചത് എക്സ് ബൈ എം വേഴ്സസ് പി ഗ്രാഫ് വരുന്ന, എക്സ് ബൈ എമ്മിന് പകരം ഇവിടെ തീറ്റ പറഞ്ഞു. അപ്പൊ തീറ്റ വേഴ്സസ് പി ഗ്രാഫ് വരുന്ന ഇങ്ങനത്തെ ഒരു പ്ലോട്ടാണ് കിട്ടുക. അപ്പൊ എന്തായാലും തീറ്റ വേഴ്സസ് പി അല്ല, ആൻസർ എ അല്ല, അവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള എൽ എൻ തീറ്റ വേഴ്സസ് എൽ എൻ പി, അല്ലെ എൽ എൻ തീറ്റ വേഴ്സസ് പി. ഇപ്പൊ എല്ലാത്തിലും എൽ എൻ ഉണ്ട്, അപ്പൊ നമുക്ക് ലോഗ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ എൽ എൻ എടുത്ത് നോക്കാം. അപ്പൊ എൽ എൻ എടുത്ത് നോക്കുമ്പോൾ എൽ എൻ എക്സ് ബൈ എം ഈക്വൽ ടു എൽ എൻ കെ പ്ലസ് 1/n എൽ എൻ പി എന്നുള്ളത് എൽ എൻ തീറ്റ ഈക്വൽ ടു എൽ എൻ കെ പ്ലസ് 1/n എൽ എൻ പി. അപ്പൊ എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയി. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈന് നമുക്കൊരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടും. അപ്പൊ ഏതൊക്കെ വേഴ്സസ് ആയിരിക്കും? എൽ എൻ തീറ്റ വേഴ്സസ് എന്തായിരിക്കും? വൈ എൽ എൻ തീറ്റ. എക്സ് എന്തായിരിക്കും? 1/n എൽ എൻ പി അല്ലേ? എൽ എൻ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റാ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എൽ എൻ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് തന്നെ. ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഇന്റർസെപ്റ്റ് ആയിരിക്കും പ്ലസ് എം ഇൻറ്റു എൽ എൻ പി. എം എന്ന് പറയുന്നത് 1/n ഇൻറ്റു എൽ എൻ പി. അപ്പൊ എന്താണ്? എൽ എൻ തീറ്റ വേഴ്സസ് എൽ എൻ പി ഗ്രാഫ് വരുന്നാലാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക. അതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ എ അല്ല വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് മനസ്സിലായോ? യെസ് മാം. ഓക്കെ, വേറൊന്നുമില്ല. തീറ്റ കാണുമ്പോൾ നമ്മള് ലാഗ്മേറിനെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്. തീറ്റ നമ്മളൊരു എന്താ പറയാ, ഒരു അക്ഷരം കൊണ്ട് വെറുതെ സൂചിപ്പിച്ചേ ഉള്ളൂ. അതിന്റെ എത്രത്തോളം സർഫസ് കവർ ചെയ്തിരിക്കുന്നുള്ളു. അതെന്തിനാണ്? എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ് ബൈ എമ്മിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പം ഫ്രണ്ട്ലി ഐസോതേമില് നമുക്കറിയാം എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n ആണ്. അതിന്റെ പ്ലോട്ട് നമുക്കറിഞ്ഞു ഒരു പരാബോളിക് ടൈപ്പ് പ്ലോട്ടാണ് വരാം. അപ്പോൾ തീറ്റ വേഴ്സസ് പി ഗ്രാഫ് അല്ല. പിന്നെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എൽ എൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഇക്വേഷന് എൽ എൻ കൊടുത്തു നോക്കണം.
അപ്പൊ അതിന്റെ ലോഗരിതം എടുക്കുമ്പോൾ ln തീറ്റ ഈക്വൽ ടു 1/n log k പ്ലസ് 1/n log p അല്ലെങ്കിൽ ln k പ്ലസ് 1/n ln p എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് v വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ y ln തീറ്റ ആണ് വേഴ്സസ് x ln p ഗ്രാഫ് വരുന്ന സ്ലോപ്പ് 1/n ഉം y ഇന്റർസെപ്റ്റ് ln k യും അതൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു ലീനിയർ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കിട്ടുക. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The adsorption isotherm of 3 gases A, B, C. 3 gases ഉണ്ട് A, B, C. Shows in the following figure where theta percentage of surface coverage. Then the correct order of extent of adsorption of 3 gases. ഇത് എ ബി സി എന്ന് പറയുന്ന 3 ഗ്യാസസ് എടുത്തിട്ട് ആ ഗ്യാസിന്റെ 1/θ വേഴ്സസ് 1/p ഗ്രാഫ് തന്നിട്ട് അതിൽ ഏതായിരിക്കും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോപ്ഷൻ കൂടുതൽ, ഏതിനാണ് ഏറ്റവും കൂടുതൽ അഡ്സോപ്ഷൻ നടക്കുക അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോപ്ഷന്റെ ഓർഡർ ഏതാണ്. ഇതെങ്ങനെ ചെയ്യാന്നറിയോ? അതിന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഗ്രാഫ് നോക്കാം. 1/θ വേഴ്സസ് 1/p ആണ്. ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാ. ഏതാ ആൻസർ? ഹലോ, ഞാൻ ഹിന്റ് തരാം. ലേറ്റ് അല്ല, നോക്കാം. 1/θ വേഴ്സസ് 1/p ഗ്രാഫാണ്. നമുക്കറിയാം ലാഗ്മേറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? തീറ്റ ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി പി അല്ലേ? ഇവിടെ 1/θ ഗ്രാഫാണ്. അപ്പോൾ 1/θ ഈക്വൽ ടു 1 പ്ലസ് ബി പി ഡിവൈഡഡ് ബൈ ബി പി. എനിക്ക് ഇങ്ങനെ ഇതാ 1 ഡിവൈഡഡ് ബൈ ബി പി പ്ലസ് ബി പി ഡിവൈഡഡ് ബൈ ബി പി എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നോക്കിയേ, ഇക്വേഷൻ ആയില്ലേ? പ്ലോട്ടിന്റെ y ഈക്വൽ ടു mx പ്ലസ് ഇല്ലേ? സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് 1/b. ഇനി ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അപ്പോൾ 1/θ ഈക്വൽ ടു 1/bp പ്ലസ് 1. 1/θ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? 1/θ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b അല്ലെങ്കിൽ സ്ലോപ്പ്. y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഇക്വേഷനിൽ കിട്ടിയാൽ 1/θ എന്താണ്? സ്ലോപ്പിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മളോട് ചോദിച്ച എന്താണ്? എക്സ്റ്റെന്റ് ഓഫ് അഡ്സോപ്ഷന്റെ ഓർഡർ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോപ്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? തീറ്റക്കാണില്ലേ പ്രൊപ്പോർഷണൽ.
പക്ഷെ ഇവിടെ 1/θ ആണ് സ്ലോപ്പിന് പ്രൊപ്പോർഷണൽ. എന്ന് വെച്ചാൽ സ്ലോപ്പ് കൂടുമ്പോൾ 1/θ കൂടും. പക്ഷെ നമുക്ക് കാണേണ്ടത് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷന്റെ ഓർഡർ ആണ്. എന്ന് വെച്ചാൽ തീറ്റന്റെ ഓർഡർ തന്നെ. അപ്പോൾ സ്ലോപ്പ് കൂടുമ്പോൾ 1/θ കൂടാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? കുറയായിരിക്കും അല്ലേ? 1/θ അല്ലേ കൂടുന്നത്? എന്ന് വെച്ചാൽ സ്ലോപ്പ് കൂടുതലുള്ളതിനായിരിക്കും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറവ്. ഇവിടെ ഏതിനാ സ്ലോപ്പ് കൂടുതൽ? എക്കാണോ ബിക്കാണോ സിക്കാണോ? എ. എ. അപ്പം എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറവുള്ളത് എ. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഡി. ഡി. അതെ, കറക്റ്റ്. എങ്ങനെയാ നോക്കിയെന്ന് മനസ്സിലായോ? സ്ലോപ്പ് പ്ലോട്ട് തന്ന് 1/θ വേഴ്സസ് 1/p ആണ്. അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതി നോക്കുക. അപ്പം എങ്ങനെയാണ് സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 1/θ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലോപ്പ് ആണ്. നമുക്ക് കാണേണ്ടത് ഓർഡർ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്തിനാണ് പ്രൊപ്പോർഷണൽ? തീറ്റനാണ്, 1/θ അല്ല. അപ്പോൾ സ്ലോപ്പ് കൂടുമ്പോൾ 1/θ കൂടാണെങ്കിൽ തീറ്റ കുറയും. അപ്പോൾ ആൻസർ ഡി ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം പറഞ്ഞതിന്റെ ഹിന്റാണ് ഇവിടെ കൊടുത്തത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ഓഫ് എ സർഫസ് കാറ്റലൈസ്ഡ് യൂണിമോളിക്കുലർ റിയാക്ഷൻ അറ്റ് വെരി ലോ ആൻഡ് വെരി ഹൈ പ്രഷർ ഓഫ് ദ റിയാക്ടൻ വുഡ് ബി റെസ്പെക്റ്റീവ്ലി. എന്താണ് കാണേണ്ടത്? ദ ഓർഡർ ഓഫ് സർഫസ് കാറ്റലൈസ്ഡ് യൂണിമോളിക്കുലർ റിയാക്ഷൻ അറ്റ് വെരി ലോ ആൻഡ് വെരി ഹൈ പ്രഷർ ഓഫ് ദ റിയാക്ടൻ വുഡ് ബി റെസ്പെക്റ്റീവ്ലി. ഹൈ പ്രഷറിലും ലോ പ്രഷറിലും യൂണിമോളിക്കുലർ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഓർഡർ ആണ് കാണേണ്ടത്. പ്രഷർ ലോ ആകുമ്പോൾ, പ്രഷർ ഹൈ ആകുമ്പോൾ ആ റിയാക്ഷന്റെ ഓർഡർ. എന്തിനെ? യൂണിമോളിക്കുലർ റിയാക്ഷന്റെ. ചെയ്തോ? എല്ലാരും ചെയ്തോ? യെസ്, 1 0. അതെ, കറക്റ്റ് ആൻസർ. എങ്ങനെയാ വരുന്ന 1 0? നമുക്കറിയാം തീറ്ററിന KP ഡിവൈഡ് ബൈ 1 + KP അല്ലേ? ലോ പ്രഷർ എന്ന് പറയുമ്പോൾ KPന്റെ വാല്യൂ വളരെ ലോ ആയിരിക്കും അല്ലേ? എന്നുവെച്ചാൽ KP വെരി വെരി ലെസ് ദാൻ 1. അപ്പൊ എനിക്ക് 1 + KPക്ക് പകരം ഞാൻ 1 എഴുതും. അപ്പം തീറ്റ ഈക്വൽ ടു KP എന്ന് മാത്രം വരും. എന്നുവെച്ചാൽ തീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P. അപ്പോൾ ഫസ്റ്റ് ഓർഡർ P⁻1 അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P, ഫസ്റ്റ് ഓർഡർ. ഇനി ഹൈ പ്രഷർ ആണ്. എന്താണ്? KPന്റെ വാല്യൂ വെരി ഹൈ ആയിരിക്കും കമ്പയർ ടു 1. അപ്പൊ 1 + KPക്ക് പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി? തീറ്റ ഈക്വൽ ടു KP ഡിവൈഡ് ബൈ KP എന്ന് വെച്ചാൽ തീറ്റ ഈക്വൽ ടു 1. അല്ലെങ്കിൽ തീറ്റ ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പ്രഷറിന്. എന്ന് വെച്ചാൽ എന്താണ്? 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ. ഇപ്പൊ ആൻസർ വരാം 1 0, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അതാണ് അവിടെ കൊടുത്തത്. ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. മൊത്തം പറയുകയാണെങ്കിൽ എന്താണ് അഡ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കാൻ എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊന്നല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് MCQ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്, ഏതാണ്, അതിൽ ഓർത്തേക്കേണ്ട 3 പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ട് ഓർത്തേക്കേണ്ട. 4 പോയിന്റ്. ഏതൊക്കെ? ഫിസിക്കൽ ആണെങ്കിൽ വീക്ക് വാൻ ഡർ വാൾ ഇന്ററാക്ഷൻ, കെമിക്കൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ട്, പിന്നെ റിവേഴ്സിബിൾ ആണ് ഫിസിക്കൽ അബ്സോർപ്ഷൻ, കെമിക്കൽ ഇറിവേഴ്സിബിൾ ആണ്.
നോൺ സ്പെസിഫിക് ഇൻ നേച്ചർ, മറ്റേത് കെമിക്കൽ അഡ്സോർപ്ഷൻ ഹൈലി സ്പെസിഫിക് ആണ്, പിന്നെ മൾട്ടി ലെയർ ഫോർമേഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ മോണോലെയർ ഫോർമേഷൻ. ഈ ബാക്കിയുള്ളതൊന്നും ഓർത്തിട്ടില്ലെങ്കിലും ഈ 4 പോയിന്റ്, ഈ ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഈ 4 എന്തായാലും ഓർത്തേക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് MCQ ചോദിക്കാറുണ്ട്. ദെൻ രണ്ട് ഐസോതേമുകൾ, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമും ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേമും. അതിൽ ഫ്രണ്ട്ലിച്ച് കുറച്ചുകൂടി സിമ്പിൾ ആണ്, ഓർക്കാൻ ഒരു ഇക്വേഷനേ ഉള്ളൂ. ദെൻ ലാഗ്മിയർ ഫ്രണ്ട്ലിച്ച് x/m പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു Kp/1/n. അതോർത്ത് വെക്കുക. എങ്ങനെയാണ് പ്ലോട്ട് വരുന്നത്, അതിന്റെ ലോഗരിതം എടുത്തിട്ടുള്ള ഗ്രാഫ്, അതും ഓർക്കുക. പിന്നെ ലാഗ്മിയർ വരുമ്പോൾ എങ്ങനെയാണ് തീറ്റന്റെ ഇക്വേഷൻ, x/mന്റെ ഇക്വേഷൻ, ദെൻ എങ്ങനെയാണ് പ്ലോട്ട് വരുന്നത്. അത് വെച്ചിട്ട് തന്നെ, തീറ്റ വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് പ്ലോട്ട് വരയാൻ അറിയണം. അപ്പൊ നേരത്തെ ഒരു 1/θ വേഴ്സസ് 1/√p വരുമ്പോൾ എന്താണ് സ്ലോപ്പ് എന്ന് ചോദിച്ചാൽ അതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചോദിക്കൂ. അത് പേടിക്കാനൊന്നുമില്ല. തീറ്റന്റെ വാല്യൂ കാണുന്ന ഇക്വേഷൻ അറിയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനനുസരിച്ച് അത് മാറ്റി കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു y = mx+c എന്ന് അറിയുന്ന ഒരു ഫോമിലേക്ക് കിട്ടും. അത് വെച്ചിട്ട് സ്ലോപ്പ് ഏതാണ് വരാ, ഇന്റർസെപ്റ്റ് ഏതാണ്, y ഇന്റർസെപ്റ്റ് ഏതാണ് വരാന്നുള്ള ഓർത്തേക്കുക. നമുക്ക് ടോട്ടലി ഈ സർഫസ് കെമിസ്ട്രിയിൽ 3 ഐസോതേമുകളാണ് പഠിക്കാനുള്ളത്. ഈ 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടി ഉണ്ട്, BET എന്ന് പറയുന്നത്. അതിന് പ്രോബ്ലംസ് കുറവാണ് ചോദിക്കാറ്. പ്രോബ്ലംസ് അധികം ചോദിക്കുന്നത് ലാഗ്മിയർ എന്നാണ്. പിന്നെ ഈ സർഫസ് ഏരിയ കാണാനുള്ളതും ചോദിക്കാറുണ്ട്. ആ സർഫസ് ഏരിയ കാണാനുള്ളത് ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ മാത്രം ഓർത്തിച്ചാൽ മതി. എന്താണ് N0 Vm × S ഡിവൈഡഡ് ബൈ 22.414. അതിൽ S എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ സർഫസ് ഏരിയ, Vm എന്ന് പറഞ്ഞാൽ മോണോലെയർ ഫോം ചെയ്യാനുള്ള ഗ്യാസിന്റെ വോളിയം, ആവശ്യമായിട്ടുള്ള വോളിയം, N0 എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. പിന്നെ നമ്മൾ 5 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ആ പ്രോബ്ലത്തിൽ, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഈ ക്വസ്റ്റ്യൻസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. തീറ്റ ഡിവൈഡഡ് ബൈ p വേഴ്സസ് √p അല്ല, 1/θ വേഴ്സസ് 1/√p ആണ്. അത് എല്ലാവരും മാറ്റാം. അത് വെച്ചിട്ട് എങ്ങനെയാണ് ആൻസർ വരുന്നത്. പിന്നെ ഓർത്തൊക്കെയുള്ളത് എന്താണ്, ഡിസോസിയേഷൻ നടക്കുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും, Bp/1/n ഡിവൈഡഡ് ബൈ 1 + Bp/1/n ആവും തീറ്റന്റെ വാല്യൂ. എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ആണോ. ഇപ്പൊ A2 ആണെങ്കിൽ 2A ആകുമ്പോൾ എന്നിന്റെ വാല്യൂ 2. ഇപ്പൊ A3 ആണെങ്കിൽ 3. അത് ഓർത്ത് വെക്കാം. അത്ര തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ അല്ലേ, 5th ക്വസ്റ്റ്യൻ? യെസ്. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ഓഫ് സർഫസ് കാറ്റലൈസ്ഡ് യൂണിമോളിക്കുലർ റിയാക്ഷൻ അറ്റ് വെരി ലോ ആൻഡ് വെരി ഹൈ പ്രഷർ ഓഫ് ദ റിയാക്ടന്റ് വുഡ് ബി റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നത് ചോദിച്ചത് ലോ പ്രഷറും ഹൈ പ്രഷറും ആകുമ്പോൾ ആ റിയാക്ടന്റ് പ്രഷർ ലോ പ്രഷറും ഹൈ പ്രഷറും ആകുമ്പോൾ ആ റിയാക്ഷന്റെ, യൂണിമോളിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചത്. ഇപ്പോ നമ്മൾ പഠിച്ചിരുന്നു തീറ്റന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ് തന്നേക്ക്, സർഫസ് കാറ്റലൈസ്ഡ് യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് സർഫസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്, എന്ന് വെച്ചാൽ അഡ്സോർപ്ഷൻ ആണ്. പിന്നെ പ്രഷറിന്റെ ഡിപ്പെൻഡൻസും ആണ് ചോദിച്ചത്, ലോ പ്രഷറും ഹൈ പ്രഷറും ആകുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ഐസോതേം വെച്ചിട്ടായിരിക്കും ചെയ്യാനുള്ളത്. ഞാൻ ഇവിടെ ഫ്രണ്ട്ലിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എഴുതിയത്, ലാഗ്മിയർ വെച്ചിട്ട് തീറ്റ = Kp ഡിവൈഡഡ് ബൈ 1 + Kp എന്നാണ് നമ്മുടെ ഇക്വേഷൻ. തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, എന്ന് വെച്ചാൽ എത്രത്തോളം റിയാക്ഷൻ നടന്നിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെന്റ് നടന്നിക്കുക, അല്ലെ എത്രത്തോളം റിയാക്ഷൻ നടന്നിക്കുന്നുള്ളത് തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞല്ലേ. x/m തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാല് റിയാക്ഷന്റെ റേറ്റിനെയും തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. x/m എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ റിയാക്ഷന്റെ ഓർഡർ കാണാൻ തീറ്റന്റെ ഇക്വേഷൻ എടുത്താലും മതി. ഇപ്പൊ തീറ്റ = Kp ഡിവൈഡഡ് ബൈ 1 + Kp എന്ന് എടുത്തു. ഇനി ലോ പ്രഷർ ആവുന്ന കണ്ടീഷനിൽ, ലോ പ്രഷർ എന്ന് പറയുമ്പോൾ പിന്റെ വാല്യൂ വെരി ലോ ആയിരിക്കും. അപ്പം Kp എന്ന് പറഞ്ഞാലും ഒരു ലോ വാല്യൂ ആയിരിക്കും.
അപ്പോൾ 1 പ്ലസ് കെ പിക്ക് പകരം എനിക്ക് എന്ത് ചെയ്താം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 തന്നെ ആയിരിക്കും ഇവിടെ. കാരണം പിന്റെ വാല്യൂ വെരി ലോ ആണ്. അപ്പൊ കെ പിന്റെ വാല്യൂ വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി ലോ ആയിരിക്കും കമ്പയർ ടു 1. അപ്പോൾ 1 പ്ലസ് സംതിങ് വെരി ലോ ആഡ് ചെയ്താൽ 1.00 സംതിങ് കിട്ടുന്നതിനെങ്കിൽ 1 അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും ഇവിടെ. അപ്പൊ എന്ത് വരും, തീറ്റ ഈക്വൽ ടു കെ പി ഡിവൈഡ് ബൈ 1 വരും. എന്ന് വെച്ചാൽ തീറ്റ ഈക്വൽ ടു കെ പി. അപ്പോൾ തീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എന്ന് കിട്ടി. പി എന്ന് പറഞ്ഞാൽ പി റൈസ് ടു 1. അപ്പം പിന്റെ ഓർഡർ 1. അപ്പോൾ എന്തായി, ലോ പ്രഷറിൽ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു പി റൈസ് ടു 1 എന്ന് വെച്ചാൽ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രഷറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പി റൈസ് ടു 1 ഫസ്റ്റ് ഓർഡറിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഹൈ പ്രഷർ എടുക്കുകയാണെങ്കിൽ അപ്പം കെ പിന്റെ വാല്യൂ എന്തായിരിക്കും, വെരി ഹൈ ആയിരിക്കും അല്ലെ. അപ്പോൾ 1 പ്ലസ് വെരി ഹൈ നമ്പർ എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്താ, തീറ്റ ഈക്വൽ ടു കെ പി ഡിവൈഡ് ബൈ കെ പി തന്നെ എഴുതിക്കൂടെ. 1 പ്ലസ് ഒരു ഹൈ നമ്പറിനോട് 1 ആഡ് ചെയ്യുമ്പോൾ, ഒരു 1000നോട് ഞാൻ 1 ആഡ് ചെയ്ത പിന്നെ എന്തായാലും എനിക്ക് 1001 കിട്ടിയില്ലേ. അതെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1000 തന്നെ എഴുതൂല. അതുപോലെ 1 പ്ലസ് കെ പി എന്നുള്ള കെ പിന്റെ വാല്യൂ വെരി ഹൈ ആണെങ്കിൽ എനിക്ക് ഈക്വൽ ടു കെ പി എന്ന് എഴുതാം. അപ്പൊ കെ പി ഡിവൈഡ് ബൈ കെ പി എന്ന് പറഞ്ഞാൽ 1 എന്ന് വെച്ചാൽ തീറ്റ ഈക്വൽ ടു 1. അതിന്റെ അർത്ഥം എന്താ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ തീറ്റ എന്തിനാണ്, പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. അപ്പോൾ ഹൈ പ്രഷർ വരുമ്പോൾ തീറ്റന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തിനെന്താവും, തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു P0 എന്ന് എഴുതിക്കൂടെ, P0 എന്ന് എഴുതിക്കൂടെ. തീറ്റന്റെ വാല്യൂ പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു P0 എന്ന് വെച്ചാൽ റിയാക്ഷൻ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു പി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ 0 ഓർഡർ ആണ്. ഓക്കെ മാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ടോ, ഞാൻ ലാഗ്മേർ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്, ഇനി ഫ്രണ്ട്ലിച്ച് വെച്ച് എന്താ പറയാത്തത്, മോണോലെയറാന്ന് പറഞ്ഞാർന്ന എങ്ങനെ മോണോലെയറാന്ന് പറഞ്ഞാർന്നല്ലേ, അല്ല യൂണിമോളിക്കുലർ ലെയറാന്ന് പറഞ്ഞാർന്നല്ലേ. ഓക്കെ. പക്ഷെ എന്താണ്, ഫ്രണ്ട്ലിച്ചിന്റെ കേസിലും യൂണിമോളിക്കുലർ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിലും അത് വെച്ചിട്ട് ചെയ്താലും ഇത് തന്നെയാണ് ആൻസർ കിട്ടുക. നമുക്ക് ഫ്രണ്ട്ലിച്ചിന്റെ ഡിസ്കസ് ചെയ്തതിലേക്ക് നോക്കിയേ. ഫ്രണ്ട്ലിച്ചിലും ലാഗ്മേറിലും മോണോലെയർ ഫോർമേഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലോ പ്രഷറിന്റെ കേസിൽ ഇവിടെ എന്താണ്, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് വെച്ചാൽ x/m പ്രൊപ്പോർഷൻ ടു p റൈസ് ടു 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ. ഇനി ഹൈ പ്രഷർ ആണെങ്കിലോ, ഹൈ പ്രഷറിന്റെ കേസിൽ ഇതാ ഈ ഗ്രാഫ് തന്നെ ഉണ്ടല്ലേ, x/m എന്താണ്, സ്ട്രെയിറ്റ് ആണ് പ്രഷർ കൂടുന്നതിനനുസരിച്ച്. എന്ന് വെച്ചാൽ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 0 ആണ്, കെ പി റൈസ് ടു 0, x/m പ്രൊപ്പോർഷണൽ ടു p റൈസ് ടു 0. അപ്പം പി വിത്ത് റെസ്പെക്ട് ടു പി ഓർഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. ലാഗ്മേർ വെച്ചാലും ഫ്രണ്ട്ലിച്ച് വെച്ചാലും എനിക്ക് രണ്ടും ഒരേ ആൻസർ ആണ് കിട്ടുക, രണ്ടു വെച്ചും ചെയ്യാം. മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ഇപ്പം യൂണിമോളിക്കുലർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോണോലെയർ എന്ന് പറഞ്ഞാൽ അത് ലാഗ്മേർ തന്നെ ആവണമെന്നില്ല. ഫ്രണ്ട്ലിച്ചിന്റെ കേസിലും മോണോലെയറിന് തന്നെയാണ് കൺസിഡർ ചെയ്തത്, അത് ഓർത്തേക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ചു വെക്കാം. ഇപ്പം ഇന്ന് എടുത്ത 5 ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ.
ഇല്ല മാം. ഓക്കെ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് വരുന്ന നാളെ തന്നെയാണ്. നാളെ ഇതിന്റെ സർഫസിന്റെ കുറച്ചുകൂടി ഭാഗം കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒരു ഐസോത്തോമിനെ കൂടി ഒന്ന് പറിക്കാണ്ട് പിന്നെ നമുക്ക് കറ്റാലിസിസ് എനിക്ക് തോന്നുന്നു ഷിബില മാം കുറച്ച് എടുത്തെന്ന് തോന്നില്ലേ? ഹലോ. ആ ഓക്കെ. പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാം ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി കറ്റാലിസിസ് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സർഫസിൽ നടക്കുകയാണ്. കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ. ഇനി ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഈ എടുക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ അതിൽ തന്നെ എഴുതി കാണിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ നാളെ തൊട്ടത് മാറ്റാം. ഏഹ്, വേറെ നോട്ട് പാഡ് തന്നെ എഴുതാൻ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ പറയട്ടോ. Okay. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാൽ ലീവ് ചെയ്തോളൂ. Thank you. ഗുഡ് നൈറ്റ്. ഓക്കെ.